listen carefully, empowering ethically and enabling our youth through debates and thoughts, only on My Tips. വൈ ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ യുവജനങ്ങൾ നേരിടുന്ന വിവിധ വെല്ലുവിളികളാണല്ലോ ഈ ദിവസങ്ങളിൽ നമ്മൾ ചർച്ചയ്ക്കായിട്ട് എടുക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ യുവജനങ്ങൾ എന്തുകൊണ്ട് കമ്പ്യൂട്ടർ ഗെയിംസ് അല്ലെങ്കിൽ മൊബൈൽ ഗെയിംസ് ഇതിനൊക്കെ അടിമകളായിത്തീരുന്നു, അതിൻ്റെ സാഹചര്യം എന്താകുന്നു എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്തത്. കമ്പ്യൂട്ടർ ഗെയിമെന്നും മൊബൈൽ ഗെയിമെന്നും ഒക്കെ പറയുമ്പോൾ അത് തീർത്തും പ്രയോജനമില്ലാത്തൊരു സംഗതിയാണ് എന്ന് നമ്മൾ ധരിക്കരുത്. അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാകുന്നു എന്നുള്ളത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചർച്ച ചെയ്തു. പ്രധാനമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബൗദ്ധിക തലങ്ങളിൽ ഒരു വളർച്ച ഉണ്ടാകുവാൻ ഇതുപോലെയുള്ള ഗെയിമുകൾ ഒരു പരിധി വരെ സഹായിക്കും. അവരുടെ ജീവിതത്തിൽ ഗോൾ സെറ്റ് ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ സെറ്റ് ചെയ്യുന്ന ഗോൾ അച്ചീവ് ചെയ്യുവാനായിട്ട് ഒരു വലിയ പ്രേരണ ഇതുപോലെയുള്ള കളികളിലൂടെ ലഭ്യമാകുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. ഒരു പരിധി വരെയെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് ഒരു റിലേഷൻഷിപ്പ് അനുഭവിപ്പാനും ഇതുപോലെയുള്ള കളികൾ സഹായകരമാണ്. എല്ലാറ്റിനും ഉപരിയായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളിലുള്ള ക്രിയേറ്റിവിറ്റി പലതും വർദ്ധിപ്പിക്കുവാനായിട്ട് ഇതുപോലെയുള്ള കളികൾ സഹായകരമായി തീരുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടു. ഏത് കാര്യവും അതിന് ഒരു പോസിറ്റീവ് സൈഡും അതുപോലെ തന്നെ നെഗറ്റീവ് സൈഡുമുണ്ട്. ഇത് പ്രയോജനമുള്ളതാണെങ്കിൽ അതുപോലെ തന്നെ ഇത് ദോഷകരമായിട്ട് മാറുകയും ചെയ്യാം. അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ ഈ കമ്പ്യൂട്ടർ ഗെയിം അല്ലെങ്കിൽ മൊബൈൽ ഗെയിം എങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ ദോഷകരമായി ബാധിക്കുന്നു എന്നുള്ളതാണ് ചർച്ച ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിന് സഹായകരമായ രീതിയിൽ ചർച്ചയിൽ പങ്കെടുക്കുവാനായിട്ട് വന്നിരിക്കുന്നത് റാന്നി സെയിൻറ്റ് തോമസ് കോളേജിലെ വിദ്യാർത്ഥികളാണ്. അവരെ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുവാൻ വന്നിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. Mr. Jiju Varghese, motivation speaker, trainer and radio jockey. Mr. Gautam Suresh, CEO and Creative Director, ArcFin Studio Private Limited. Project Director, Stunt Bike Freestyle. Mrs. Anita Chinnu, Department of English, St. Thomas College, Ramni. Reverend Dr. George Varghese, Marthoma Guidance and Counseling Center, Ernakulam. സെയിൻറ്റ് തോമസ് കോളേജ്, റാന്നി. ഇന്ന് മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ വെളിയിലൊക്കെ പോയി കളിക്കുന്നതിന് അധികം താല്പര്യം കാണിക്കുന്നില്ല. സൊസൈറ്റിയിലുള്ള ഡേഞ്ചേഴ്സ് സൈറ്റ് ചെയ്തേച്ച് പേരൻസ് പിള്ളേരെ കൂടുതൽ വെളിവിടുവാൻ സമ്മതിക്കാതിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഈ ഒരു കമ്പ്യൂട്ടർ ഗെയിമിങ്ങിന്റെ ഒരു റെലവൻസ് അവിടെ വളരെയധികം ഉയർന്നു വരും. മൂവി കാണുന്ന പോലെ അല്ല, ഗെയിം ആകുമ്പോൾ നമ്മുടെ ഇൻവോൾവ്മെന്റ് ആണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്നത്. വീഡിയോ ഗെയിംസ് അല്ലെങ്കിൽ സൈബർ ഗെയിംസിലേക്ക് അവർ ഒതുങ്ങിക്കൂടുന്നത് കൊണ്ട് മാതാപിതാക്കൾക്ക് അവരെക്കുറിച്ചുള്ള ചിന്ത ഇത്തിരി കുറയും. പേരൻസ് അവരുടെ ജോബ് ചെയ്യുന്നില്ലെന്ന് ഞാൻ പറയാം. നിങ്ങളുടെ പേരൻസ് ഇന്ന് ഈ വെളിയിൽ പോയൊക്കെ കളിക്കുന്നതിന് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാതാപിതാക്കളെ വെക്കാറുണ്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. നമ്മുടെ യുവജനങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അവരേതെങ്കിലും ഒരു കാര്യം ആദ്യമായിട്ട് അറ്റംപ്റ്റ് ചെയ്താൽ
ഒന്നുകിൽ കുറച്ച് കഴിയുമ്പോൾ അവരെ കളഞ്ഞേച്ച് പോവും, അല്ലെന്ന് വരികിൽ അത് തന്നെ സ്ഥിരം അങ്ങ് ചെയ്തുകൊണ്ടിരിക്കും. ഈ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് പലപ്പോഴും അഡിക്ഷൻ എന്ന് നമ്മൾ സാധാരണ പറയാറുള്ളത്. നിങ്ങൾ ആരെങ്കിലും ഈ കമ്പ്യൂട്ടർ ഗെയിമിൻ്റെ അല്ലെങ്കിൽ മൊബൈൽ ഗെയിമിൻ്റെ ഒരു അഡിക്ഷൻ്റെ ലെവലിലേക്ക് വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കി. ആരെങ്കിലും ഉണ്ടോ? യെസ്. എന്തുവാ ഇത് ഈ അഡിക്ഷൻ കൊണ്ട് ഉദ്ദേശിച്ച് ഒന്ന് പറയാമോ? എന്തുവാ ഇത്? ഞാൻ നേരത്തെ മൊബൈൽ ഗെയിം കളിച്ച് തുടങ്ങിയ സമയം, അതായത് ഒരു കുറച്ച് നാളേ ഉള്ളൂ, ഇൻ്റർനെറ്റ് ഗെയിംസ്. നമ്മൾ ക്ലാഷ് ഓഫ് ക്ലാൻസ് എന്നൊരു ഗെയിം ഉണ്ടായിരുന്നു. നമുക്കത് കണ്ടിന്യൂസ് കളിച്ചുകൊണ്ടിരുന്നേ ഒക്കത്തുള്ളൂ. ഒരു രാജ്യം നമ്മുടെ സ്വന്തമായ ഒരു രാജ്യം ക്രിയേറ്റ് ചെയ്യുക, അതിനൊപ്പം മറ്റൊരു രാജ്യം അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. മറ്റൊരു രാജ്യം അറ്റാക്ക് ചെയ്ത് അതിലൊരു ക്രിമിനൽ വാസന തന്നെ വേണം നമ്മളുടെ ഉള്ളിലുണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതൊരു ദിവസം പോലും നമുക്ക് കളിക്കാതിരിക്കാൻ പറ്റില്ല. ഒരു ദിവസം ഈ നെറ്റ് ഇല്ലാതെ വരുമ്പോൾ ഒരു കുട്ടി അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, ഒരു സ്ട്രെയിൻ, അത് എനിക്കറിയാം എത്രത്തോളം വലുതാണ്. അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ എനിക്ക് പല മാർഗ്ഗങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നു. അന്നേരം അതിൽ നിന്നുള്ള കോൺസെൻട്രേഷൻ, മറ്റുള്ളവരോടുള്ള സംസാരം പോലും, വീട്ടുകാരോട് പോലും നമുക്ക് ദേഷ്യം മാത്രം ഉണ്ടായി വരത്തുള്ളായിരുന്നു. അതാണ് ഈ അഡിക്ഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നിങ്ങൾ വേറെ ആരെങ്കിലും ഇതുപോലെ ഈ ഗെയിം പറഞ്ഞാട്ടെ ഗെയിം അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയോട് എൻ്റെ ഒരു സഹപാഠി തന്നെയാണ്, അവളോട്ട് എനിക്ക് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട്. സിറ്റുവേഷൻ ഇതായിരുന്നു, ഞങ്ങൾക്കൊരു ഫ്രീ അവർ കിട്ടി. അപ്പം ഞങ്ങൾ രണ്ടുപേരും വെളിയിൽ വരാന്തയിൽ വന്നിരുന്നു. അപ്പം കുറച്ച് നേരം കഴിഞ്ഞിട്ടും അവളുടെ കയ്യിൽ ഫോൺ ഇരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ വെളിയിലേക്ക് ചുമ്മാ നോക്കിയിരിക്കുകയാണ്. അപ്പം കുറച്ച് നേരം കഴിഞ്ഞിട്ടും ഞങ്ങളുമായിട്ട് ഒരു തരത്തിലുള്ള ആശയവിനിമയം നടക്കുന്നില്ല. ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ ഓക്കെ ചെയ്യാം, അതുപോലെ വളരെ മൈന്യൂട്ടായിട്ടുള്ള മറുപടി മാത്രമേ അവളിൽ നിന്ന് കിട്ടുന്നുള്ളൂ. അപ്പം കുറച്ച് കഴിഞ്ഞ് ഫോണിൻ്റെ ചാർജ് തീരുകയോ അങ്ങനെ എന്തോ ഒരു ഇൻസിഡൻറ്റ് പോലെ അവളുടെ ഫോൺ മാറ്റി വെക്കേണ്ടി വന്നു. അപ്പോൾ കുറച്ച് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾ അവിടെ നിന്ന് സംസാരിക്കാൻ തുടങ്ങി. അപ്പം പലത് സംസാരിച്ച് വന്ന കൂട്ടത്തിൽ ഞാൻ അവളോട് ചോദിച്ചു, എന്താണ് ഇതിന് മാത്രം നീ ഇതിനകത്ത് കുത്തിക്കളിക്കുന്നതെന്ന് ചോദിച്ചു. വാട്സപ്പ് അല്ല, ഫേസ്ബുക്ക് അല്ല, അതുപോലത്തെ ഒരു സോഷ്യൽ മീഡിയ അല്ല അവൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നോട് പറഞ്ഞു ഞാൻ ഗെയിം കളിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇത്രയും നേരമോ എന്ന് ചോദിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, അതെ ഞാൻ നല്ലൊരു ഗെയിമാണ്, അത് കളിച്ച് അതായത് സ്കോർ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് നിനക്കതറിയത്തില്ല, നീ കളിച്ച് നോക്കിയാൽ അറിയാം, വല്ലാത്തൊരു ത്രില്ലാണെന്ന് പറഞ്ഞു. അത് പറയുമ്പോഴത്തേനും അവളുടെ മുഖം അങ്ങ് വല്ലാണ്ട് ഗ്ലോ ചെയ്യൊക്കെ ചെയ്യുകയായിരുന്നു. അപ്പം ഞാൻ ചെയ്ത് ഗെയിമാണ് നീ കളിക്കുന്നത്. അപ്പം എന്നോട് പറഞ്ഞു ക്യാൻഡി ക്രഷ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ സംഭവം ആദ്യമായിട്ട് കേൾക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു എന്താണെന്ന് പറഞ്ഞപ്പം എന്നോട് ഇത് ഞാൻ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ്, അതിങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പം ഒരേ കളർ വരുന്നത് താപ്പിട്ട് വരും, അങ്ങനെ എന്തോ സിസ്റ്റമാണെന്ന് എന്നോട് പറഞ്ഞു. കുറച്ച് ഞങ്ങളിങ്ങനെ ഇത് ടോപ്പിക്ക് വിട്ടു. അത് കഴിഞ്ഞ് ബെല്ലടിക്ക് ഏകദേശം ഒരു മിനിറ്റ് ഇല്ല, കാരണം അവസാനം അവൾ പറഞ്ഞൊരു വേർഡ് എന്നോട് ഇതാണ് പറഞ്ഞത്. എന്നോട് പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലും എന്താ പറയുന്നത് സ്ട്രെസ് എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഫ്രീ ടൈം കിട്ടുമ്പോഴോ, സമയം കൊല്ലിയായിട്ടാണ് അവളത് തുടങ്ങിയത്. ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ആരും വർത്താനം പറയാനില്ലാത്തപ്പം അത് തുടങ്ങിയ ഗെയിമാണ്. പക്ഷേ പിന്നീട് മുൻപോട്ട് പോകുമ്പോൾ ഓരോ ലെവൽ കഴിയുമ്പോഴും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പം അതിന് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഞാൻ അഡിക്റ്റഡ് ആയി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നീ കളിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ കളിച്ചിട്ടില്ല എങ്കിൽ നീ കളിക്കരുത്. കാരണം വേറൊന്നുമല്ല, നമ്മളിപ്പം ഏതെങ്കിലും ഒരു കാര്യം, ഇപ്പം കുറച്ച് മുമ്പ് നമ്മൾ അതിൻ്റെ ഗുണങ്ങളെപ്പറ്റി പറഞ്ഞപ്പം കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞൊരു വേർഡ് നമ്മൾ യൂസ് ചെയ്യുകയുണ്ടായി. ശരിയാണ്, ഗെയിം പലപ്പോഴും കോൺസെൻട്രേഷൻ നൽകാറുണ്ട്, പക്ഷേ ഒരു എക്സ്റ്റെൻഡ് വരെ അത് കാണത്തുള്ളൂ. കാരണം നമ്മളിപ്പം വീട്ടിൽ നിന്ന് ഒരു ലെവൽ ഒരു ഗെയിമിൻ്റെ കളിച്ചിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മളൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പം സ്വാഭാവികമായിട്ട് കുട്ടിയുടെ മനസ്സിൽ ആ കളിച്ച് വെച്ച ഗെയിം ബാക്കി എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം എന്നായിരിക്കും ഉണ്ടാകുന്നത്. അപ്പം ടോട്ടലി ക്ലാസ്സിൽ നിന്നുള്ള ശ്രദ്ധ പതറാറുണ്ട്. അപ്പോൾ ഒരു ത്രില്ലിന് വേണ്ടി കളിച്ചു തുടങ്ങി ഒരു ഫ്രസ്ട്രേഷനിൽ ഇത് വന്ന് അവസാനിച്ചു സൈക്കിക് ലെവലിലേക്ക് പലരും വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് നമ്മുടെ അടുത്ത് ആരെങ്കിലും, ഇപ്പം എൻ്റെ സുഹൃത്ത് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അടുത്ത് ആരെങ്കിലും വന്ന് ഇരിക്കുകയാണെങ്കിൽ തന്നെ ഒന്ന് എണ്ണീറ്റ് പോകാമോ എന്നുള്ള ലെവലിൽ വരെ പലരും വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ഗെയിമിലേക്ക് കൂടുതൽ അവർ അതിലേക്ക് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അങ്ങ് വീഴുക ചെയ്യുന്നത്. അവർക്ക് വേറൊരു ആക്ടിവിറ്റീസിലും താല്പര്യമില്ല, മറ്റുള്ളതിലുള്ള താല്പര്യങ്ങൾ കുറഞ്ഞ് ഇതിലെ താല്പര്യം അങ്ങ് വർത്തി. ഇദ്ദേഹം എന്താ പറയാൻ ശ്രമിക്കാൻ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കളികളുടെ എല്ലാം പൊതുവെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാം ഈ ആക്രമണം എന്നൊരു, ഇപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞ പോലെ ക്ലാഷ് ഓഫ് ക്ലാൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരാളെ മറ്റൊരാൾ കോടാലി കൊണ്ട് വെട്ടുക, പിന്നെ കുത്തി കൊല്ലുക, അമ്പ ചെയ്ത് കൊല്ലുക, ഇതുപോലുള്ള പരിപാടികൾ. അപ്പോൾ മറ്റു കളിയാണ് മിനി മിൽഷ്യ പരിശോധിച്ചാൽ ഇതുപോലെ പരസ്പരം വെടിവെച്ച് കൊല്ലുന്നതാണ് അതിനകത്തിലെ സ്കോർ. ഇനി ഇങ്ങനെ സൂംബി സുനാമി എന്ന് പറഞ്ഞൊരു കളിയുണ്ട്, അതിനകത്ത് ഈ തലച്ചോറ് തിങ്ങുകയാണ് അതിനകത്തിലൊരു ആ കളിയുടെ ഒരു പ്രത്യേകത. ആ തിങ്ങ തലച്ചോറിന്റെ എണ്ണമാണ് സ്കോർ. ഈ കളികളുടെ പേര് പിന്നൊന്ന് എഴുതി തരണേ എനിക്ക്. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാനങ്ങ് പറഞ്ഞു. അന്നേരം എനിക്കറിയാം എൻ്റെ ചേട്ടന് ഈ കളികളുടെ പേരിൽ ഞാൻ പറയാൻ കാര്യം എൻ്റെ ചേട്ടൻ ഈ കളിയിൽ ഇച്ചിരി അഡിക്റ്റഡ് ആണ്. അപ്പോൾ എനിക്ക് അങ്ങനെ എൻ്റെ അനുഭവമാണിത്. അപ്പൊ ഇതിന്റെ എല്ലാം പൊതുവെ പ്രത്യേകം ആക്രമണമാണ്, പരസ്പരം ആക്രമിച്ച് അങ്ങനെ തോൽപ്പിച്ച് ഒരാളെ കൊന്ന് ഞാൻ വിജയിക്കുക എന്നുള്ളൊരു മെസ്സേജ് അതിനകത്ത്. അപ്പൊ അങ്ങനെയുള്ളൊരു ത്രില്ലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നമ്മുടെ സമൂഹത്തിന് ആപത്താണ് ഉണ്ടാക്കുക എന്ന് പറയാനുള്ളൂ.
യെസ്, ഇദ്ദേഹത്തിൻ്റെ അനുഭവം എന്ന് പറഞ്ഞാട്ടെ. മെയിനായിട്ട് കുട്ടികൾ ഇത്തരം ഗെയിമുകളിലേക്ക് അഡിക്ഷൻ ആവുന്നത് അവരുടെ മാത്രം തെറ്റെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ഈ കാലഘട്ടത്തിൽ പേരൻസിനും ഇതിന് ഒരു 50% റോള് പേരൻസിനുമുണ്ട്, അല്ലെങ്കിൽ 60% റോൾ പേരൻസിനുമുണ്ട്. ഇപ്പോഴുള്ള സാഹചര്യത്തിൽ പേരൻസ് എപ്പോഴും കുട്ടികളെ പഠിക്കുക എന്ന് നിർബന്ധിച്ചുകൊണ്ട് വീട്ടിൽ ഇരുത്തുന്ന ഒരു ചിന്താഗതിയിലാണ് ഇപ്പോൾ. അപ്പം വെളിയിലേക്ക് അവരെ പറഞ്ഞു വിടാൻ അവർ തയ്യാറാവുന്നില്ല. കുട്ടികൾ വീട്ടിലിരുന്ന് അവർക്ക് എപ്പോഴും പഠിക്കാൻ കഴിയില്ല. അപ്പം ഒരു മിച്ചം കിട്ടുന്ന ആ ഫ്രീ ടൈം, അല്ലെങ്കിൽ പഠിക്കുന്നതിനിടയ്ക്ക് അവർ ഉണ്ടാക്കിയെടുക്കുന്ന ഫ്രീ ടൈം അവർ ഇതുപോലത്തെ മൊബൈൽ ഗെയിമിനും ഇൻ്റർനെറ്റ് ഗെയിമിനും വേണ്ടി ഉപയോഗിക്കുന്നു. എൻ്റർടൈൻമെൻറ്റ് വേണ്ടി ആദ്യം അവർ ഇതിലേക്ക് കടന്നു വരികയാണ്. ചില ഗെയിമുകൾ നിരവധി മിഷൻസ് കാണും, നിരവധി സ്റ്റെപ്സ് കാണും. റേസിങ്ങിലാണെങ്കിൽ തന്നെ നിരവധി ഒപ്പോണൻറ്റിനെ നമ്മൾ ബീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് അവർ വഴുതി വീണ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ രസം അവർ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റേജ് എന്താണെന്ന് അവർ തിരിഞ്ഞു നടക്കുക. അപ്പം ആ ഒരു ത്രില്ല് ഇവർക്ക് ജീവിതാവസാനം വരെ, അല്ലെങ്കിൽ ഈ ഗെയിം തീരുന്നിടം വരെ അവർക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതൊരു അഡിക്ഷൻ്റെ ഒരു മാക്സിമം ലെവലിലേക്കാണ് ഈ കുട്ടികളെ ഇത് കടത്തിവിടുന്നത്. ഇതേ പേരൻസ് തന്നെ കുട്ടികൾ ഈ ഗെയിമിലേക്ക് കടന്നു പോകുമ്പോഴും അവരെ ശ്രദ്ധിക്കാനുള്ള സമയം മാറ്റി വെക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടികൾ ഇതിൻ്റെ ഒരു മാക്സിമം ലെവലിലേക്ക് പോകാനുണ്ടാകുന്ന മറ്റൊരു കാരണം. കുട്ടികളിൽ തീർത്തും വ്യത്യസ്തമായൊരു അവരുടെ ഒരു സ്വഭാവ രീതികൾ ഒരു ഗെയിമിലേക്ക് കടന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ക്ലാഷ് ഓഫ് ക്ലാൻസ് എന്ന് പറയുന്ന ഗെയിം, ആ ഗെയിമിലേക്ക് കടന്നു കഴിഞ്ഞാൽ രാത്രി ചിലപ്പോൾ 2 മണിക്കും 3 മണിക്കും അലാം വെച്ച് എണീറ്റ് അതിൻ്റെ വാർ ടൈമിംഗ് ഉണ്ട്. വാർ ടൈമിംഗ് ചിലപ്പോൾ 2 മണിക്കും 3 മണിക്കും ആയിരിക്കും വരുന്നത്. അപ്പോൾ 2 മണിക്കും 3 മണിക്കും അലാം വെച്ച് എഴുന്നേറ്റ് ഈ കുട്ടി എന്ത് ചെയ്യുകയാണെന്ന് നോക്കാനുള്ള ഉത്തരവാദിത്തം പേരൻസിനുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴുണ്ടാകുന്ന ഗെയിമുകൾ കൂടുതലും അക്രമങ്ങളുടെ ഗെയിമുകളാണ്. അവരെന്ത് പറഞ്ഞാലും നമ്മളത് അനുസരിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിൽ എന്താണ്. അപ്പം കുട്ടികളുണ്ടായിരുന്ന സ്വഭാവ മാറ്റങ്ങൾ അത് തിരിച്ചറിയാനുള്ള ആ ഒരു ചിന്താഗതി മാതാപിതാക്കൾക്കുണ്ടാകണം. മാതാപിതാക്കളാണ് നേരിട്ടോ അല്ലാതെയോ ഈ കുഞ്ഞുങ്ങളെ ഈ കളിയിലേക്ക് നയിക്കുന്നതിന് വലിയൊരു പങ്ക് മാതാപിതാക്കൾക്കുണ്ടെന്ന് അദ്ദേഹം വലിയൊരു പങ്ക് മാതാപിതാക്കൾക്കുമുണ്ട്. അവർ പുറത്ത് ചെന്ന് എൻജോയ് ചെയ്ത് കളിക്കേണ്ട സമയം വീട്ടുകളിൽ അടക്കി പിടിച്ചിരുത്തുന്നത് കൊണ്ടാണ് ഈ ഗെയിമുകളിലേക്ക് കടന്നുകൂടാനുണ്ടാവുന്ന ഒരു പ്രധാന കാരണം. ഈ പഠിത്തത്തെക്കുറിച്ച് മാതാപിതാക്കൾ പറയുന്നില്ലെന്ന് വെച്ചു, അങ്ങനെയാണെന്നൊരു ഈ കുഞ്ഞുങ്ങൾ ഈ ഗെയിമിലേക്ക് പോകുമോ? അപ്പം എൻ്റെ മാതാപിതാക്കളുടെ കേസിൽ എപ്പോഴും പഠനം എന്ന് പറയാറിരിക്കാറില്ല. എന്നെ വെളിയിൽ വിട്ട് കളിക്കാൻ ഞാൻ ഗെയിമിൽ പോയി അല്ലേ? തീർച്ചയായും. ഞാൻ ക്ലാഷ് ഓഫ് ക്ലാൻസ് എന്ന് പറഞ്ഞ ഗെയിമിലേക്ക് കടന്നിട്ടുണ്ട്. കടന്നു കഴിയുമ്പോൾ ഞാൻ ഈ എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അമ്മയും അച്ഛനും വന്ന് ചോദിക്കും എന്താണ് ഈ കളിക്കുന്നത്. ഞാൻ ക്ലാഷ് ഓഫ് ക്ലാൻസ് എന്ന് ചോദിക്കുമ്പോൾ അവർ നിർബന്ധിച്ച് ക്ലാഷ് ഓഫ് ക്ലാൻസ് എന്ന ഗെയിം സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാറുണ്ട്. പക്ഷേ ഞാൻ കോളേജുകളിൽ അല്ലെങ്കിൽ കോളേജിൽ വന്നു കഴിയുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് വീണ്ടും ഈ ഗെയിം കളിക്കുകയും വീണ്ടും എനിക്ക് അതിനോടുള്ള ഒരു ടെൻറ്റേഷൻ അവിടെ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു എക്സാം ടൈമിൽ എനിക്ക് ഒരു സെൽഫ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എക്സാം ടൈമിൽ ഇത് ഉപയോഗിക്കാറില്ല. പക്ഷേ നിരവധി കുട്ടികളുടെ കാര്യം ഇതിന് കപ്പാസിറ്റി ഇല്ലാത്തവര് എക്സാം ടൈമിൽ ഇത് കളിച്ചുകൊണ്ടിരിക്കും. ബിക്കോസ് ദേ ആർ അഡിക്ട്സ്. അതെ, അതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ആധികാരികമായിട്ട് ഇതിനെക്കുറിച്ച് പറയാനായിട്ട് ഗൗതമ ഈ ഒരു അഡിക്ഷൻ്റെ കാര്യം ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്, എന്തുകൊണ്ടാണിത് ഇവർ അഡിക്റ്റ് ആകുന്നതെന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തത തരാമോ? ഗെയിമിനകത്തൂടെ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് ഓരോ ലെവലും കഴിയുമ്പോൾ. ഓക്കെ, ഒരു ഫീലിംഗ് ഓഫ് ആൻ അച്ചീവ്മെൻറ്റ്. അപ്പം ചിലരുടെ ലൈഫിനകത്ത് ബാക്കി കാര്യങ്ങളെല്ലാം എപ്പോഴും ഹാപ്പി ആയിരിക്കത്തില്ല. ചിലർക്ക് വീട്ടിൽ മാതാപിതാക്കൾ തമ്മിൽ വഴക്കുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ആവശ്യത്തിനുള്ള ഒരു കാശൊന്നും ഉണ്ടാവത്തില്ല. അങ്ങനെ ബുദ്ധിമുട്ടുകളുള്ളപ്പോൾ അതിനകത്തുനിന്ന് ഒളിച്ചോടാൻ ഒരു മാർഗമായിട്ട് പലരും ഗെയിംസിലോട്ട് വരാറുണ്ട്. ഞാനും ഈ ക്ലാഷ് ഓഫ് ക്ലാനിനകത്ത് പോയി കളിച്ചിട്ടുണ്ട്. ഞാൻ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ആ ജോലി സാഹചര്യം വളരെ മോശമായിരുന്നു. അവിടെ കോൺസ്റ്റൻറ്റ് സ്ട്രെസ്സായിരുന്നു. പിന്നെ അവിടുത്തെ ആൾക്കാർ നമ്മളെ വളരെ റൂഡായിട്ടായിരുന്നു എപ്പോഴും ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആ സമയത്ത് അതിനകത്തു നിന്നെല്ലാം നമുക്ക് പിന്നെ വേറൊരു പുതിയ സ്ഥലത്ത് പോയി ഞാൻ ജോലിക്ക് നിൽക്കുമായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സും കുറവായിരുന്നു. ആ സമയത്ത് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു ക്ലാഷ് ഓഫ് ക്ലാൻ. അത് കഴിഞ്ഞ് ഞാൻ ആ ജോലി ക്വിറ്റ് ചെയ്ത് വീട്ടിൽ വന്നിട്ട് എൻ്റെ സ്വന്തമായിട്ടൊരു പ്രൊജക്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പം ഞാൻ കുറയ്ക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ കുറേ സമയം ഞാൻ അതിനകത്ത് വേസ്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. എന്നിട്ട് ഞാൻ സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുത്തു, ഐ ഗോട്ട് സ്റ്റോപ്പ്. എന്നിട്ട് ഞാനത് അൺഇൻസ്റ്റാൾ ചെയ്തു. അപ്പം അതിനൊക്കെ ഒരു വിൽ പവർ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിച്ചത്. അങ്ങനെ വിൽ പവർ ഇല്ലാത്തവരാണ് ഇതിന്റെ അഡിക്ഷനിലേക്ക് പോകുന്നതെന്നാണ് ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യം. യെസ്, ജിജു, എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളതേ, ഈ കുഞ്ഞുങ്ങളുടെ പേഴ്സണാലിറ്റി, ഇപ്പോൾ ഒരു വിൽ പവറിൻ്റെ കാര്യം പറഞ്ഞു, എന്നാൽ വ്യക്തിത്വത്തിൻ്റെ എന്തെങ്കിലും ഒരു പ്രത്യേകത ഈ അഡിക്ഷനിലേക്ക് നയിപ്പാനായിട്ട് കൂടുതൽ
മുഖാന്തരമായി തീരുമോ? ഉദാഹരണം പറഞ്ഞാൽ ഒരു ഡിപ്രസീവ് ടെൻഡൻസി ഉള്ള ഒരു പേഴ്സണാലിറ്റി പെട്ടെന്ന് അഡിക്റ്റഡ് ആകുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുപോലെയുള്ള പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് എന്തെങ്കിലും അഡിക്ഷനിലേക്ക് നയിക്കുന്നതായിട്ടൊന്ന് പറയാമോ? അതെ അച്ഛാ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ ഒരു ശ്രദ്ധയിൽ വന്നിരിക്കുന്ന ഒരു കാര്യമാണ് അൺസ്ട്രക്ചേർഡ് ടൈം. നമ്മുടെ ഈ അൺസ്ട്രക്ചേർഡ് ടൈം എന്ന് വെച്ചാൽ അച്ഛാ, ഈ ഒരു ഷെഡ്യൂൾ ഇല്ലാത്ത ഒരു ജീവിതം. ഇന്ന് ഞാൻ ഈ സമയത്ത് എഴുന്നേക്കും, ഈ സമയത്ത് ഞാൻ ഈ ഒരു ടാസ്ക് തീർക്കും. റിയൽ ലൈഫിൽ ഒരു സ്ട്രക്ചേർഡ് ലൈഫ് സ്റ്റൈൽ ഇല്ലാത്തതിൻ്റെ കാരണം വരുന്ന ഏറ്റവും വലിയ കുഴപ്പമാണ് സമയം കൊല്ലി. മുമ്പ് ഈ സ്റ്റുഡൻറ്റ് പറഞ്ഞ പോലെ ഈ സമയം കൊല്ലാൻ നോക്കുകയാണ്. എന്ന് വെച്ചാൽ ആ സമയത്തിനെ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയാൻ വയ്യാത്തൊരു സ്റ്റേറ്റിലാണ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത്. ഒന്ന് അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ആൾക്കാർ പെട്ടെന്ന് അഡിക്റ്റഡ് ആകും. അതുപോലെ പേഴ്സണാലിറ്റിയുടെ വേറെ ഏതെങ്കിലും ഫാക്ടേഴ്സിന് കാരണമായി തീരാറുണ്ടോ? ഉണ്ടച്ചാ. വേറൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ എന്നിൽ കോൺഫിഡൻസ് ഇല്ല. ഈ സഭാകമ്പം എന്നൊക്കെ ലോ സെൽഫ് എസ്റ്റീം. ഈ ലോ സെൽഫ് എസ്റ്റീം വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ഈ ഒരു ഗെയിമിങ്ങിനകത്ത് പെട്ടുകിടന്നേച്ച് എനിക്ക് അതിൽ നിന്ന് കൂടെ എനിക്ക് ലെവൽസ് അച്ചീവ് ചെയ്ത് പോകുന്നു, സ്കോർസ് അച്ചീവ് ചെയ്ത് പോകുന്നു, ഞാൻ ടൈമിനെ ബീറ്റ് ചെയ്യുന്നു, ഞാൻ ഫെലോ പ്ലെയേഴ്സിനെ സഹായിക്കുന്നു. അങ്ങനത്തെയുള്ള ഓരോ ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്തേച്ച് ഞാൻ എൻ്റെ സെൽഫ് എസ്റ്റീമിനെ കുറച്ചുകൂടെ വർദ്ധിപ്പിക്കാൻ നോക്കുന്നു. ആ ഒരു ആക്ഷനിലാണ് ഈ അഡിക്ഷനിലോട്ട് ചെന്ന് തീരുന്നത്. വെൻ ഷുഡ് ഐ പ്രസ് മൈ ബ്രേക്ക് എന്നൊരു കൺസെപ്റ്റ് അറിയാതെ മുമ്പ് ഗൗതം പറഞ്ഞ പോലെ ഗൗതം ഹാഡ് എ വിൽ പവർ ടു സേ നോ, ഇതെനിക്ക് എൻ്റെ ടൈം വളരെയധികം വേസ്റ്റ് ചെയ്ത് കളയാണ്, എൻ്റെ ശ്രദ്ധ മാറുകയാണ്. കരിയറോ അല്ലെ സ്കൂളിലെ പഠനത്തിലോ അല്ലെ കോളേജിലെ പഠനത്തിലോ പല കാര്യത്തിലുള്ള ഒരു ബാക്ക് സ്റ്റെപ്പ് എടുക്കുന്ന ഒരു നമ്മൾ പറയുന്നത് അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ആൾക്കാർ അതുപോലെ തന്നെ സ്വയം വില കുറവുള്ള വ്യക്തികളാണ് പെട്ടെന്ന് ഇതിന് അഡിക്റ്റഡ് ആകാനായിട്ടുള്ള സാധ്യത. ടീച്ചറെ, ഈ പഠിക്കാനായിട്ട് മിടുക്കരായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഇതുപോലെ ഗെയിംസിനൊക്കെ അഡിക്റ്റഡ് ആയി തീരുന്നു വല്ലതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ അങ്ങനെയില്ല. ഏത് കുട്ടികൾക്കും ഗെയിമിലോട് ഒരു താല്പര്യമാണുള്ളത്. പിന്നെ അത് കുട്ടികൾ പറഞ്ഞ പോലെ ആ ഒരു ത്രില്ല്, ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ് പിന്നെ അവരെ അഡിക്ഷനിലേക്ക് എത്തിക്കുന്നത്. അല്ലാതെ പഠിക്കാൻ മുന്നിൽ നിൽക്കുന്നവരെ പുറകെ നിൽക്കുന്നതിന് ആ വ്യത്യാസമില്ല. ഓരോ ഗെയിമിനും അവരെ കളിച്ചു തുടങ്ങുമ്പോഴാണ് അതിൽ അവരുടെ അറ്റൻഷൻ ഹുക്ക് ചെയ്യുന്ന ടൈപ്പിലുള്ള എലമെന്റ്സ്, ക്രിയേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളാണ്, അപ്പിയറൻസ് ആണ് ഗെയിമിനുള്ള. അപ്പൊ ആ ഗെയിമിലേക്ക് അവരെ ആകർഷിക്കുന്ന പല ഫാക്ടേഴ്സ് ഉണ്ട്. ഗെയിം കളിക്കുന്നത് മാത്രമല്ല, ഗെയിം കളിക്കുന്നതിൽ അവർ റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നു, അവർ അതിന്റെ ആ അപ്പിയറൻസ്, അവർക്കപ്പോൾ ഒരു അറ്റാച്ച്മെന്റ് അതിനോട് തോന്നുവാണ്. ആ കളിക്കുന്ന ത്രില്ല് മാത്രമല്ല, അപ്പൊ എല്ലാം കൊണ്ടും അവരെ ആകർഷിക്കുന്ന എലമെന്റ്സ് ഗെയിമിനകത്ത് ഉള്ളത് കൊണ്ട് ഏത് കുട്ടിയാണേലും അത് കളിക്കാൻ തുടങ്ങിയാൽ അവർക്ക് അഡിക്ഷൻ ആവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അത് പഠിത്തത്തിൽ മിടുക്കനായാലും ശരി മണ്ടനായാലും ശരി ഇതിനകത്ത് അഡിക്റ്റഡ് ആകാനായിട്ടുള്ള സാധ്യതകൾ എല്ലാ കുഞ്ഞുങ്ങളിലും ഒരു പരിധി വരെ ഉണ്ടെന്നാണ് ടീച്ചർ. ഇപ്പോൾ ഈ പഠനവുമായിട്ടുള്ള ബന്ധത്തിലാണ് നിങ്ങൾ മുമ്പേ സംസാരിച്ച് തുടങ്ങിയത്. ഈ ഗെയിമിനകത്ത് ഇങ്ങനെ അങ്ങോട്ട് ഇൻവോൾവ് ആകുന്നത് കൊണ്ട് ഇത് ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾക്ക് വിരസത ഉണ്ടാക്കുവാനിടയാകുന്നുണ്ടോ? ഉറപ്പായും ഉണ്ടാക്കും. ഇപ്പം നമ്മൾ ഒരു പരിധി കുട്ടികളൊക്കെ ഒരുപാട് പേര് എന്തുവാ ഇരുന്ന് ഗെയിം കളിക്കുന്നു. അവർ പഠിക്കേണ്ട പുസ്തകം, മാതാപിതാക്കൾ പോലും പുസ്തകം എടുത്ത് പഠി. കൂടുതൽ ആൾക്കാരും ഞാൻ ഉൾപ്പെടെ പുസ്തകത്തിനകത്ത് മൊബൈൽ വെച്ച് ഗെയിം കളിക്കുന്നവരായിരുന്നു. കാരണം അവർക്ക് പുസ്തകത്തിനോടുള്ള മാതാപിതാക്കൾ നോക്കുമ്പോൾ പുസ്തകം ഇരിക്കുന്നു, പക്ഷെ ഇവൻ കുത്തിക്കൊണ്ടിരിക്കുന്നത് വേറെ വല്ലയിടത്തുമാണ് അല്ലേ? അപ്പൊ നമുക്ക് ഒരു അഡിക്ഷൻ എന്ന് പറയുന്നതിനേക്കാൾ മറ്റുള്ളവരെ അന്ന് വരെ അമ്മ അച്ഛനെ പറ്റിച്ച് ജീവിക്കാത്തവർ ആദ്യമായി അവരെ പറ്റിച്ചു തുടങ്ങും. പറഞ്ഞ വലിയൊരു പോയിന്റ് ആണല്ലോ ഇദ്ദേഹം പറഞ്ഞത്. ഈ ഗെയിമിലേക്ക് ഞാൻ ഇൻവോൾവ് ആയി കഴിയുമ്പോൾ എന്നിലുള്ള എൻ്റെ തന്നെ വിശ്വാസം, ഐഡന്റിറ്റി മാറിപ്പോകുന്നു. എൻ്റെ ഐഡന്റിറ്റിയിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാകുന്നു. മറ്റുള്ളവരെ ഞാൻ കളിപ്പിക്കാൻ ഒരു ടെൻഡൻസി എന്നിലുണ്ട്. ഇത് നിങ്ങൾ സമ്മതിക്കുന്ന? യെസ്, പറഞ്ഞാട്ടെ. ഒരു കറക്ഷൻ പറയാൻ, അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം പറയാനായിട്ടാണ്. നമ്മൾ ഈ സ്വയം വില കുറച്ച് കാണുന്നവരാണ് ശരിക്കും. സ്വയമായിട്ട് അവർക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ല എന്ന് വില കുറച്ച് കാണുന്നവരാണ് ആക്ച്വലി ഗെയിമിലേക്ക് പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും അതാണ് ഇവിടെ പറഞ്ഞത്. ലോ സെൽഫ് എസ്റ്റീം ഉള്ളവര് ഈ ഗെയിമിലേക്ക് പെട്ടെന്ന് പോകാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ലോ സെൽഫ് എസ്റ്റീം എന്ന് പറയുമ്പോൾ അവർക്ക് തന്നെ ഒരു തോന്നൽ, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല. ഞാനിപ്പം ഗെയിം കളിക്കുന്ന കുറേ പേരെ ഞാൻ ഒബ്സർവ് ചെയ്ത് എനിക്ക് മനസ്സിലായിട്ടുള്ളത് കൂടുതൽ പേരും ഒതുങ്ങിക്കൂടുന്നതാണ്. അത് അച്ഛൻ്റെ ഒരു വാക്ക് ഞാൻ കടമെടുക്കാണ്, സുരക്ഷിതത്വപരമായ ഒതുങ്ങിക്കൂടൽ. അതിൽ ഒതുങ്ങിക്കൂടൽ എന്ന് പറഞ്ഞൊരു വാക്ക് അവർ സ്വയമേ ഏറ്റെടുത്തതാണ്. അവർക്ക് വെളിയിലേക്ക് ഇറങ്ങാനോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുമായിട്ട് ചിലപ്പോൾ വീട്ടിൽ ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേഷൻ എല്ലാവരുമായിട്ടും നല്ലപോലെ ആശയവിനിമയം നടത്തുന്ന കുട്ടിയായിരിക്കും. ഒരു സ്റ്റേജിൽ കയറി നിന്നിട്ട് തൻ്റെ ആശയം പറയാനായിട്ട് അല്ലെങ്കിൽ 2 വാക്ക് പറയാനായിട്ട് വിളിക്കുമ്പോൾ വിറച്ച് താഴെ വരുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ
അദ്ദേഹം ഒരു ഗെയിമിൽ മൾട്ടി ടാസ്ക് എല്ലാം പെർഫോം ചെയ്ത് ഒരു കുഴപ്പവും ഇല്ല. ഏത് നട്ടപ്പാതിന് വരെ ഇരുന്നാലും അദ്ദേഹത്തിന് അവിടെ അല്ലെങ്കിൽ ആ കുട്ടിക്ക് അവിടെ പ്രശ്നമില്ല. പക്ഷേ വെളിയിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ബാക്കിയുള്ളവർ ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്. ഈ ഗെയിമിൽ കൂടുതൽ ഇൻവോൾവ് ആകുന്ന ആൾക്കാർക്ക് സമൂഹത്തെ ഫേസ് ചെയ്യുവാനായിട്ട്, മറ്റുള്ളവരെ ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഇദ്ദേഹം പറഞ്ഞത് അല്ലേ? ഇദ്ദേഹം അവിടെ ആരോ കൈപൊക്കി പറഞ്ഞാട്ടെ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോളേജ് ലെവലെത്തി, ഇനി പാരൻസ് ഗൈഡ് ചെയ്ത് നമ്മളെ നടത്തണമെന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. അപ്പം നമുക്ക് സ്വന്തമായിട്ട് ഡിസിഷൻസ് എടുക്കാനുള്ള, ഇപ്പം ലൈഫ് ഷെഡ്യൂൾ ചെയ്യണമെന്ന് പറഞ്ഞു, ഇപ്പം ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ ലൈഫ് ഷെഡ്യൂൾ ചെയ്യുന്ന നമ്മുടെ പാരൻസ്, അവിടെ പോലും നമുക്കൊരു ഒന്നുകിൽ 10th കഴിഞ്ഞിട്ട് എൻട്രൻസ് കോച്ചിങ്, അല്ലെങ്കിൽ 8th കഴിഞ്ഞിട്ട് എൻട്രൻസ് കോച്ചിങ്, അതിൻ്റെ ഇടയ്ക്കൊന്ന് ശരിക്കും പറഞ്ഞാൽ ശ്വാസം വിടുന്നത് ഈ ഗെയിംസിലൂടെയാണ്. അതല്ല, അതുകൊണ്ട് ഇപ്പം നമുക്ക് അവിടെ തന്നെ ലൈഫ് ഭയങ്കര ഷെഡ്യൂളാണ്. അല്ലെങ്കിൽ ഒരു റെസിഡൻഷ്യൽ സ്കൂളിൽ പോയാൽ അവിടെ തന്നെ ഭയങ്കര ഷെഡ്യൂളാണ്. ഇൻ്റർവെൽസ് ഇല്ല, ഗെയിംസ് ഇല്ല. ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഗെയിംസ് ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ മാനസിക വളർച്ച, അപ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് വെക്കേഷന് പോകുമ്പോഴായിരിക്കും ഈ ഗെയിംസ് ഒന്ന് കളിക്കുന്നത്. ശരിക്കും ഒരു റിലാക്സ് ആണ്. അതിലൂടെ പുറത്തുനിന്ന് കളിക്കാൻ കിട്ടാത്ത ഒരു അവസരം കിട്ടുമ്പോൾ ശരിക്കും അതൊരു റിലാക്സ് ആണ്. അതുപോലെ തന്നെ മാതാപിതാക്കളല്ല നമ്മുടെ ലൈഫ് ഷെഡ്യൂൾ ചെയ്യേണ്ടത്. ഒരു LKG UKG ഫസ്റ്റ് 5th വരെയൊക്കെ ആവും. അത് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് ഡിസിഷൻസ് എടുക്കാനും, അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആണ്, ഞങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് ഞങ്ങൾക്കുണ്ട്. മാതാപിതാക്കളല്ല ഇനി ഓരോന്നോരോന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കേണ്ടത്. ഉത്തരവാദിത്വത്തോടുകൂടെ ഞങ്ങളുടെ തീരുമാനങ്ങൾ ഞങ്ങൾ തന്നെ എടുക്കണം എന്നുള്ള കാര്യം ഇദ്ദേഹം പറഞ്ഞു വരുന്നത് അല്ലേ? കമ്പലിങ് ഒഴിവാവില്ലേ? നമുക്ക് തന്നെ വിരസത. കുറച്ച് കഴിയുമ്പോൾ മാതാപിതാക്കൾ പറയുന്ന ഒരു ഫീൽഡിലേക്ക് പോകുന്നു. അവർ കളിക്കണ്ടെന്ന് പറഞ്ഞു, ഞാൻ കളിച്ചില്ല. അല്ലാതെ എൻ്റെ നിർബന്ധം കൊണ്ടല്ല, അവർ കളിക്കണ്ടെന്ന് പറഞ്ഞു, ഞാൻ കളിച്ചില്ല. അതിനകത്ത് പ്രത്യേകിച്ച് ഒരർത്ഥമില്ല. കുറച്ച് കഴിയുമ്പോൾ ഞാൻ സ്വയം ഇത് കളിക്കണ്ട എന്ന് തീരുമാനിച്ചെങ്കിൽ മാത്രമേ അതിനകത്ത് അർത്ഥമുള്ളൂ എന്ന് ഇദ്ദേഹം പറയും. അതായത് എനിക്ക് തോന്നുന്നു ഈ ഗെയിംസിലേക്ക് കൊണ്ടുവരാൻ ഒരു കാരണം പേരൻസ് തന്നെയാണ്. അതായത് കൊച്ചുകുട്ടികളെ, നമ്മുടെ പ്രായത്തിലുള്ള ആൾക്കാരെല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈ കൊച്ചുകുട്ടികളെ നോക്കുകയാണെങ്കിൽ അവർ ഫോൺ എപ്പോഴും എടുക്കാറുള്ള ഒരു സിറ്റുവേഷനാണ്. പേരൻസ് തന്നെ കൊടുക്കും. കൊടുത്തു കഴിയുമ്പോഴത്തേനെ ഇപ്പോൾ ആരെങ്കിലും വന്ന് ചോദിക്കാം, മോൻ എന്തിയേ? ഫോണില്ല. അപ്പം പേരൻസ് പറയും, അവൻ അതിൻ്റെ എല്ലാ സംഗതികളും അറിയാം. അപ്പം അങ്ങനെ പേരൻസ് തന്നെ എൻകറേജ്മെൻറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ പേരൻസ് തന്നെ അവരുടെ ഫോൺ കൊടുക്കുമ്പോൾ അവർ ഡെയിലി അത് യൂസ് ചെയ്യുന്നു, അത് അഡിക്റ്റായി മാറുന്നു. അതുപോലെ തന്നെ ഗെയിംസ് എന്ന് പറയുന്നത് അക്രമവാസന, അതിലുപരി കള്ളത്തരം ചെയ്യാനുള്ളൊരു പ്രവണതയൊക്കെ സൃഷ്ടിക്കുകയാണ്. കാരണം ഈ പേരൻസ് തന്നെ മൊബൈൽ കൊടുക്കുന്നു, എന്നാൽ കുറച്ച് നാളുകൾക്ക് കഴിയുമ്പോൾ അല്ലെങ്കിൽ എപ്പോഴും ഈ മോൾ ഇത് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫോൺ തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അറിയുമ്പോൾ പേരൻസ് അത് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കും. അപ്പോഴത്തേനും അത് പിടിച്ചു വാങ്ങിക്കുമ്പോൾ കുട്ടികൾക്ക് അവരോട് ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും, അവരോടൊരു ദേഷ്യം ഉണ്ടാവും. സോ അവരോടൊരു സ്വന്തം പേരൻസ് മൊബൈൽ അല്ലെങ്കിൽ ഗെയിം കിട്ടാത്തതിൻ്റെ പേരിൽ സ്വന്തം പേരൻസിനോട് തന്നെ ഒരു ദേഷ്യം തോന്നത്തക്ക രീതി ഉണ്ടാവുന്നു. അതുപോലെ അല്ലെങ്കിൽ അതെങ്ങനെയും പേരൻസ് കാണാതെ അത് യൂസ് ചെയ്യുക എന്നുള്ളൊരു പ്രവണത. അവിടെയാണ് ഈ കള്ളത്തരം ഡെവലപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നത്. പേരൻസ് നിയന്ത്രണങ്ങൾ അങ്ങോട്ട് വയ്ക്കുമ്പോൾ ഏതായാലും എനിക്കിത് ഉപയോഗിക്കാതിരിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ അവർ കാണാതെ ഇത് ഉപയോഗിക്കാനും അവരോട് കള്ളം പറയുവാനും അങ്ങനെ അവരോട് കള്ളത്തരം കാണിക്കാനുള്ള ഒരു പ്രവണത എന്നിൽ വളർന്നു വരുന്നു എന്നാണ് എനിക്ക് ഇവർ പറഞ്ഞ്. ഇപ്പോൾ പല കാര്യങ്ങൾ പലരും പറഞ്ഞു. അപ്പോൾ അതിനകത്ത് വേറൊരു കാര്യം പറയാനുള്ളത്, നേരത്തെ സാറ് പറഞ്ഞ പോലെ ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും ഒരു പേഴ്സണാലിറ്റി ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ, അദ്ദേഹം ക്ലാഷ് ഓഫ് ക്ലാൻ കളിക്കാൻ നെറ്റ് റീചാർജ് ചെയ്യാൻ കാശില്ലെന്ന് പറഞ്ഞു, വീട്ടുകാർ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാരോടുണ്ടായ ദേഷ്യം, ദാറ്റ് ഈസ് ബേസിക്കലി പുള്ളിയുടെ പേഴ്സണാലിറ്റിയിലെ ഡിസോർഡറാണ്. ഓക്കെ, ഗെയിം ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഇറ്റ്. അപ്പോൾ ഇപ്പോൾ പുള്ളിയുടെ അടുത്ത് പറയുക, പുറത്ത് പോയി ഗെയിം കളിക്കണ്ട, നീ ക്രിക്കറ്റ് കളിക്കാൻ പോകണ്ട, ഹി വിൽ ഹാവ് ദ സെയിം റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുമ്പം അവർ മാതാപിതാക്കളുടെ അടുത്ത് പൊളൈറ്റായിട്ട് നിൽക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, പിന്നെ വയലൻസിൻ്റെ ഗെയിമിൻ്റെ കാര്യം. ഓക്കെ, വയലൻസ് നമ്മൾ എവറി ഡേ കാണുന്ന. ഇപ്പം ഒരാൾ വണ്ടി കുറുകെ എടുത്ത് വെക്കുന്നു, നിർത്തിയിട്ട് തെറി പറയുക മാത്രമാണ് നമ്മൾ മലയാളികൾ ചെയ്യുന്നത്. ഓക്കെ, വിച്ച് ഈസ് റോങ്. ബാക്കി നമ്മൾ ഈ വേറെ ഒരു മരുപ്പെട്ട കൺട്രീസിലെ വെസ്റ്റേൺ കൾച്ചേഴ്സിലൊക്കെ ആണെങ്കിൽ അവരാണെങ്കിൽ അറിയോ അങ്ങനെ ചോദിച്ചിട്ട് ഒരു പ്രോബ്ലംസ് ഇല്ലാതെ റിസോൾവ് ചെയ്ത് പോവുകയാണ്. എന്നിട്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ ഗെയിമും ഇതുപോലത്തെ വയലൻ്റ് കാര്യങ്ങളും കൺസ്യൂം ചെയ്യുന്നത് വെസ്റ്റേൺ വേൾഡ് തന്നെയാണ്. വി ആർ ലൈക്ക് ബേബി സ്റ്റെപ്സ് വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ, നമ്മുടെ കേരളവും ഇന്ത്യയും ഒക്കെ ആണെങ്കിൽ തന്നെ. അപ്പം നമ്മളുടെ സൊസൈറ്റി ബേസിക്കലി ഉള്ള കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, അത് ആംപ്ലിഫൈ ചെയ്ത് ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റിയിൽ ഈ അഡിക്ഷൻ കൊണ്ടുവരും. അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട സംഗതി നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ചില തകരാറാണ് നമ്മളെ അഡിക്റ്റഡ് ആക്കി മാറ്റുന്നതെന്നാണ്. വളരെ ശരിയായൊരു സംഗതിയാണ് ഇവിടെ പറഞ്ഞത്. 100 പേര് ഗെയിംസ് കളിച്ചാൽ അതിൽ 20 പേര് മാത്രമേ ഏകദേശം അഡിക്റ്റഡ് ആകാനായിട്ടുള്ള സാധ്യതയുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ
ഈ 20 പേരുടെയും പേഴ്സണാലിറ്റിയുടെ ഒരു പ്രത്യേകതയാണ്. ഒരു വ്യക്തി പെട്ടെന്ന് അതിൻ്റെ അഡിക്റ്റ് ആകണമെങ്കിൽ പേഴ്സണാലിറ്റിയിൽ ചില തകരാറുണ്ട്. ഒന്നുകിൽ ഒരു ഡിപ്രസീവ് ടെൻഡൻസി ഉള്ള പേഴ്സണാലിറ്റി ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഡിസോർഡർ ഉള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാകാം. മറ്റ് പല രീതിയിലുള്ള തകരാറുകൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളവരാകാം. ഇങ്ങനെയുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമകളാണ് പെട്ടെന്ന് അഡിക്റ്റഡ് ആകുന്നത്. നമ്മളൊരു വസ്തുത നിരന്തരമായിട്ട് കാണുകയോ കേൾക്കുകയോ ചെയ്തുകൊണ്ടിരുന്നാൽ ആ വസ്തു നമ്മുടെ തലച്ചോറിനെ കണ്ടീഷൻ ചെയ്യും. ഒരു ഗെയിം ഞാൻ അരമണിക്കൂറിൽ കൂടുതൽ ഒരുമിച്ച് കളിച്ചാൽ ആ അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് എൻ്റെ തലച്ചോറ് ആ ഗെയിമിനാൽ കണ്ടീഷൻ ചെയ്യപ്പെടും. അങ്ങനെ കണ്ടീഷൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഞാൻ പഠിക്കാനിരിക്കുമ്പോൾ പഠിത്തത്തിലല്ല എൻ്റെ ശ്രദ്ധ. ഈ കണ്ടീഷൻ ചെയ്യപ്പെട്ട ബ്രെയിനാണ് അവിടെ പിന്നെ റീപ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പഠിത്തത്തിലുള്ള എൻ്റെ താല്പര്യം പോകുന്നു, ബന്ധങ്ങളിലുള്ള താല്പര്യം പോകുന്നു, ജീവിതത്തോട് തന്നെയുള്ള താല്പര്യം പോകുന്നു. ഈ താല്പര്യങ്ങളൊക്കെ നഷ്ടപ്പെടുവാനായിട്ട് സാധ്യതയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ചില ഗെയിമുകളൊക്കെ, ആക്ച്വലി അതൊരു ഗെയിം അല്ല, അതൊരു ആപ്പ് അല്ല, ഇങ്ങനെയുള്ള ചില പേരിൽ അറിയപ്പെടുന്ന സംഗതികളൊക്കെ നമ്മളെ പെട്ടെന്ന് ചില ആളുകളെ അപകടങ്ങളിലേക്ക് കൊണ്ടുവന്ന് ചാടിക്കുന്നത് അതിന് സാധ്യതയുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമകളായതുകൊണ്ടാണ്. അതിൻ്റെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് കുടുംബമാണ്. കുടുംബ പശ്ചാത്തലമാണ് കുഞ്ഞുങ്ങളെ ഇതിലേക്ക് കൂടുതലായിട്ട് നയിക്കുന്നത്. തകർന്ന കുടുംബ ബന്ധങ്ങൾ, കുടുംബത്തിൽ ആരോഗ്യമില്ലാത്ത അവസ്ഥകൾ, കുഞ്ഞുങ്ങളെ പേരൻറ്റിങ് നടത്തേണ്ട രീതിയിൽ പേരൻറ്റിങ് നടത്താത്ത മാതാപിതാക്കൾ, ഇവരൊക്കെയാണ് ഈ കുഞ്ഞുങ്ങളെ ഇതുപോലെയുള്ള മാനസിക അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. എന്നാൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഏതെങ്കിലും പ്രകടമായ മാറ്റങ്ങൾ കാണുകയാണെങ്കിൽ അത് നിസ്സാരമായിട്ട് വിടരുത്. വൈകിട്ട് രാത്രിയിൽ കിടന്ന് ഉറങ്ങേണ്ട കുഞ്ഞുങ്ങൾ രാത്രിയിൽ എണീറ്റിരുന്ന് എന്തെങ്കിലും കാണുകയോ ചെയ്യുകയോ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. അവൻ്റെ ഭക്ഷണ ക്രമീകരണങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഭക്ഷണ രീതിയിൽ വരികയാണെങ്കിൽ അത് നിസ്സാരമായി തള്ളിക്കളയരുത്. അവൻ ഭവനത്തിൽ ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ആ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും അപാകതകൾ നിങ്ങൾ ദർശിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. നമ്മുടെ കുഞ്ഞിൻ്റെ ഭാവങ്ങളിലെ മുഖഭാവങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് നിസ്സാരമായി തള്ളിക്കളയരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾ അപകടത്തിൽ ചാടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അഥവാ അപകടത്തിൽ ചാടിയാൽ അത് മനസ്സിലാക്കുവാനായിട്ട് പേരൻസിനെ കൊണ്ട് സാധിക്കണം. അങ്ങനെ മനസ്സിലാക്കിയാൽ അതിന് തക്ക രീതിയിലുള്ള ചികിത്സകൾ, കൗൺസിലിങ്ങുകൾ, മെഡിക്കൽ ഹെൽപ്പുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സംഗതി, പല രീതിയിലുള്ള വെല്ലുവിളികളുള്ള ഒരു ലോകത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത്. ഈ വെല്ലുവിളികളെ ക്രിയാത്മകമായി നേരിടുവാൻ അവരെ സജ്ജമാക്കുക എന്നുള്ളതാണ് മാതാപിതാക്കളുടെ പ്രത്യേകമായിട്ടുള്ള ഒരു കടമ. ഇത് നമ്മൾ ബോധ്യപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. ഇന്ന് നമ്മൾ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുവാനായിട്ട് പോകുന്ന വിഷയം ക്രമരാഹിത്യം അഥവാ ഡിസ്ഓർഡർ. ഇന്ന് യുവജനങ്ങളായിരിക്കുന്നവരാണല്ലോ നാളത്തെ പൗരന്മാരും മുതിർന്നവരുമായി മാറുന്നത്. അതുകൊണ്ട് ഇന്ന് ഒരു താളം തെറ്റലിൻ്റെ സാധ്യതകൾ നാം കാണുന്നുവെങ്കിൽ അത് നാളത്തെ സമൂഹത്തിൻ്റെ വലിയ അപകടങ്ങളിലേക്കാണ് അത് നയിക്കുന്നത്. മനഃപൂർവ്വമായിട്ട് ഇപ്പോഴത്തെ യുവജനങ്ങൾ ഈ ലൈഫ് ഡിസോർഡർ ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നതല്ല. ഇന്നത്തെ ഒരു ജീവിത സാഹചര്യം അനുസരിച്ച് അവർക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയുള്ളൂ. എൻ്റെ ഓർഡർ മാറി, ഞാൻ അതുമായിട്ട് അഡ്ജസ്റ്റ് ആവുന്നുണ്ട്. പക്ഷേ എൻ്റെ കൂടെയുള്ളവർ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ളവർ അതുമായിട്ട് അഡ്ജസ്റ്റ് ആവുന്നില്ല. നമ്മൾ അഡ്ജസ്റ്റ് ആവുമെന്ന് പറഞ്ഞാലും നമ്മുടെ ബോഡി അതിനോട് ചിലപ്പോൾ അഡ്ജസ്റ്റ് ആവണമെന്നില്ല. എല്ലാവരും ഡിസോർഡർ അല്ല, മൊബൈൽ യൂസ് ചെയ്യുന്നവരെല്ലാം ഡിസോർഡറാ. അങ്ങനെ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ തെറ്റാണ്. ഒരിക്കലും നമ്മൾ ഈ നെഗറ്റീവ് സൈഡ് മാത്രം ഒന്നിൻ്റെ നോക്കരുത്, അതിന്റെ പോസിറ്റീവ് വശങ്ങളും കൂടെ നമ്മൾ സംശീകരിച്ചെടുക്കുവാൻ ശ്രമിക്കേണ്ടത് വളരെ നല്ലതായിരിക്കും. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദ പ്രൊഡ്യൂസർ, വൈ ടിപ്സ്, ശാലോം ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്, കേരള
India. PIN 673528. Email shalomwhitetips@gmail.com.